കഴിഞ്ഞ മാസം വരെ ട്രംപിന് പാകിസ്ഥാനുമായി ഉണ്ടായ അടുപ്പത്തിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിൽ നിന്നും വ്യക്തമാവുന്നത്. അതിന്റെ ഭാഗമായി ഏപ്രിൽ 22-ന് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലുള്ള ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടനയെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക ഇപ്പോൾ. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം സംഘടന ഏറ്റെടുത്തിട്ടുണ്ടെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രസ്താവനയിൽ വ്യക്തമാക്കുകയുണ്ടായി. TRFനെ വിദേശ തീവ്രവാദ സംഘടനയായും സ്പെഷ്യലി ഡെസിഗ്നേറ്റഡ് ഗ്ലോബൽ ടെററിസ്റ്റായും അമേരിക്ക പ്രഖ്യാപിക്കുകയായിരുന്നു. ഇന്ന് TRFനെ FDO ആയും SDGD ആയും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിക്കുന്നു. 26 പേരെ കൊലപ്പെടുത്തിയ ഏപ്രിൽ 22-ന് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ലഷ്കർ ഇ തൊയ്ബയുടെ ഭാഗമായുള്ള TRF ഏറ്റെടുത്തിട്ടുണ്ട്. ലഷ്കർ ഇ തൊയ്ബ 2008-ൽ നടത്തിയ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും ക്രൂരമായ ആക്രമണമായിരുന്നു പഹൽഗാം ആക്രമണം. 2024-ൽ നടന്ന പല ആക്രമണങ്ങളടക്കം ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്കെതിരെയുള്ള പല ആക്രമണങ്ങളുടെയും ഉത്തരവാദിത്വം TRF ഏറ്റെടുത്തിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ദേശീയ സുരക്ഷാ താൽപര്യങ്ങളെ സംരക്ഷിക്കുന്നതിനും തീവ്രവാദത്തെ ചെറുക്കുന്നതിനും പഹൽഗാം ആക്രമണത്തിന് നീതി ലഭിക്കുന്നതിനുമുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതിബദ്ധതയാണ് ഇത് തെളിയിക്കുന്നതെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി വകുപ്പ് 219, എക്സിക്യൂട്ടീവ് ഓർഡർ 13224 എന്നിവ പ്രകാരമാണ് TRFനെ തീവ്രവാദ സംഘടനയുടെ ഭാഗമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ മാസം ഏപ്രിൽ 22-നായിരുന്നു ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നത്. ആക്രമണത്തിൽ നിരപരാധികളായ 26 പേർ കൊല്ലപ്പെടുകയും ഈ ആക്രമണത്തിന് തിരിച്ചടിയായി മെയ് 7-ന് പാകിസ്ഥാനെയും പാക് അധിനിവേശ കാശ്മീരിലെയും 9 തീവ്രവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിക്കുകയും ചെയ്തിരുന്നു. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ സന്ദർശിക്കുമെന്ന വാർത്തകൾ വൈറ്റ് ഹൗസ് തള്ളിക്കളഞ്ഞതാണ് അതിശയകരമായ മറ്റൊരു കാര്യം. ഇത്തരമൊരു സന്ദർശനം ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ലെന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത്. ഇതിന് പിന്നാലെ ട്രംപ് സെപ്റ്റംബറിൽ പാകിസ്ഥാനിൽ എത്തുമെന്ന വാർത്തകൾ പിൻവലിച്ചുകൊണ്ട് പാക് മാധ്യമങ്ങൾ ക്ഷമ ചോദിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെയായിരുന്നു ട്രംപ് പാകിസ്ഥാനിലേക്ക് വരുന്ന വാർത്ത പാക് മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. ഇത് ആഗോളതലത്തിൽ ചർച്ചയായതോടുകൂടിയാണ് വാർത്ത പിൻവലിച്ചതും മാപ്പ് പറഞ്ഞതും. ട്രംപിന്റെ സന്ദർശനത്തിനെ കുറിച്ച് അറിയില്ലെന്ന് പാക് വിദേശകാര്യ വക്താവ് റോയിട്ടേഴ്സിനോട് അപ്പോൾ തന്നെ പ്രതികരിച്ചിരുന്നു. എന്നാൽ 20 വർഷങ്ങൾക്ക് ശേഷം ഒരു അമേരിക്കൻ പ്രസിഡന്റ് പാകിസ്ഥാൻ സന്ദർശനത്തിന് ഒരുങ്ങുന്ന പ്രതീതിയോടെ പാക് ടെലിവിഷൻ ചാനലുകൾ ട്രംപിന്റെ സന്ദർശനത്തിനെ കുറിച്ച് റിപ്പോർട്ട് പുറത്തുവിടുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് വൈറ്റ് ഹൗസിന്റെ വിശദീകരണം. ട്രംപ് പാകിസ്ഥാനിൽ എത്തുകയായിരുന്നുവെങ്കിൽ 2 പതിറ്റാണ്ടിന് ശേഷം പാകിസ്ഥാൻ സന്ദർശിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് മാറുമായിരുന്നു. 2006-ൽ ജോർജ് ബുഷ് ആണ് അവസാനം പാകിസ്ഥാൻ സന്ദർശിച്ചത്. ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം കഴിഞ്ഞ മാസം പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ വൈറ്റ് ഹൗസിലെത്തി ട്രംപിനെ കണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ പാക് സന്ദർശനം സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുന്നത്. ഈ 2 കാര്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ അകത്തളങ്ങളിൽ എന്തൊക്കെയോ കാര്യമായ പുകച്ചിലുകൾ ഉണ്ടെന്ന് തന്നെ പറയാനാകും.